75 வயசு வரைக்கும் ஜீவிக்க வேண்டும் என்று ஜெபித்தோம். அது நான் அவர்கிட்ட சொன்னேன். அவரும் சரி அப்பச்சா என்று சொன்னார். ஆனால் தேவ சித்தமோ இப்படி ആയിവിട്ടു. തനിക്ക് വേണ്ടി ഇരുമ്പലിയൂരിൽ ഞാനും കുട്ടിവേലക്കാരും 2 വർഷം വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം താൻ 75 വയസ്സ് വരെയെങ്കിലും ജീവിക്കണം എന്നായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ തന്നോട് അറിയിച്ചപ്പോൾ താനും ശരിയക്കച്ച എന്ന് പറഞ്ഞു. എന്നാൽ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. പിന്നെ ഞാൻ സീയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. ഇതോ സിയോൻ മലയിന്മേൽ ഞാൻ പറഞ്ഞപ്പോൾ ഇതോ സിയോൻ മലയിൽ ആട്ടുകുട്ടിയാണവരെയും അവരോടെ കൂടെ അവരുടെ പിതാവിൻ നാമം തങ്ങളുടെ നെറ്റികളിൽ എഴുതപ്പെട്ടിരുന്ന 144,000 പേരെയും നിൽക്ക കണ്ടേൻ. ദൈവത്തിന്റെ മഹത്വം. പരലോക രാജ്യത്തിൽ மிகவும் மேன்மையான இடம் സിയോൻ என்பது നമുക്ക് യാവർക്കും தெரியும். സ്വർഗരാജ്യത്തിലെ അതീവ ശ്രേഷ്ഠമായ സ്ഥാനം എന്നത് സിയോൻ എന്നാണെന്ന് നമുക്കറിയാം. അതോട് ചേർന്ന ഒരു മഹിമயான ഇടം താൻ പുതിയ യെരൂശലേം. അതിനോട് അനുബന്ധമായിട്ടുള്ള തേജസ്സേറിയ ഒരു സ്ഥലം തന്നെയാണ് പുതിയ യെരൂശലേം. സിയോനിൽ 144,000 പേരെ നാം പാർക്കും. ആ സിയോനിൽ നമുക്ക് 144,000 പേരെ കാണാം. അതിൽ ഒരുവരാக അരുമயான പാസ്റ്റർ ജോസഫ് കുട്ടി അവർ പോയി ചേർന്ന് വിട്ടാർ. അതിൽ ഒരാളായി നമ്മുടെ പ്രിയ പാസ്റ്റർ ജോസഫ് കുട്ടി അവർ ചെന്ന് അവരോട് ചേർന്ന് കഴിഞ്ഞു. ദൈവത്തിന്റെ മഹത്വം. 1 ശമൂവേൽ 3-ാം അധ്യായം 3-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ ശമൂവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഏലി ശമൂവേലിന് சொல்லுகிற ഒരു പകുതിയെ നാം പാർക്കും. അവിടെ ഏലി ശമൂവേലിനോട് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് വിളക്ക് വിളക്ക് അണയ്ക്കുന്നതിന് മുമ്പേ പോയി കിടക്കുക. ശമൂവേൽ പോയി കിടന്നു. അത് മരുമയാണ് പാസ്റ്ററുടെ ജീവിതത്തിൽ 100% നിറവേറിവിട്ടത്. പ്രിയ പാസ്റ്ററുടെ ജീവിതത്തിൽ ഇത് 100% സാധ്യമായി തീർന്നു. വിളക്ക് അണയുന്നതിന് മുമ്പേ പടുത്തുകൊള്ളു. വിളക്ക് എടുക്കുന്നതിന് മുമ്പേ പോയി കിടക്കുക. വിളക്ക് എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിയ വിളക്കെയും ഊഴിയ വിളക്കെയും വെളിപ്പെടുത്തുന്നത്. ഇവിടെ വിളക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന വിളക്കിനെയും ശുശ്രൂഷയാകുന്ന വിളക്കിനെയും കാണിക്കുന്നു. വരങ്ങളിനാലും കൃപകളിനാലും നിറമ്പി നാം പ്രകാശിക്കുന്നു. നാം വരങ്ങളാൽ കൃപകളാൽ നിറഞ്ഞ് പ്രകാശിക്കുന്നു. നാമേ ഉലകത്തിക്ക് ഒളി എന്ന് വേദത്തിൽ വാസിക്കുന്നു. ബൈബിൾ പറയുന്നു നാം തന്നെ ലോകത്തിന്റെ വെളിച്ചം. സുരകളെ പോലെ പ്രകാശിക്കുന്ന നിങ്ങൾ എന്നും വേദത്തിൽ വാസിക്കുന്നു. നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്ന് ബൈബിളിൽ വായിക്കുന്നു. അതിനാൽ താൻ വെളിപ്പെടുത്തുന്ന വിശേഷം 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിந்த സ്ത്രീ, ചന്ദ്രനിൽ നിൽക്കുന്ന സ്ത്രീ, 12 നക്ഷത്രങ്ങളുള്ള സ്ത്രീ എന്ന് നാം വാസിക്കുന്നു. അതുകൊണ്ടാണ് നാം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സൂര്യനെ അണിഞ്ഞതായ സ്ത്രീ അവൾ ചന്ദ്രന്റെ മേൽ നിൽക്കുന്നു. ആ സ്ത്രീ അവിടെ തലയിൽ 12 നക്ഷത്രങ്ങളാണത്. മുഴുവതും വെളിച്ചം. ദൈവ സഭ സർവാംഗം പ്രകാശിതം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അന്ത വെളിച്ചം പാസ്റ്റർ ജോസഫ് കുട്ടിയുടെ ജീവിതത്തിൽ കാണപ്പെട്ടു. ആ വെളിച്ചം പാസ്റ്റർ ജോസഫ് കുട്ടിയുടെ ജീവിതത്തിലും പ്രതിഫലിച്ചു. അവർ എല്ലായിടത്തിലും ദേവന്റെ ഊഴിയ സംബന്ധமாக പുറപ്പെട്ട് വെളിച്ചமாக കാണപ്പെട്ടാർ. ദൈവ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ താൻ എല്ലായിടത്തും സഞ്ചരിച്ച് അവിടെയെല്ലാം വെളിച്ചമായി. വെളിച്ചം അണയുന്നതിന് മുന്തി ആ വെളിച്ചം കെടും മുമ്പേ നീയെ അടുത്തു നീ പോയി കിടക്കുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന്റെ മഹത്വം. அந்த கிருபை உன்னை விட்டு போகிறதுக்கு முந்தி, ആ കൃപ നിന്നെ വിട്ടു പോകും മുമ്പേ அந்த தேவனோட வல்லமை கிருபா வரங்கள் ഉന്നെ വിട്ടു പോകുന്നതിന് മുന്തി, ദൈവത്തിന്റെ ശക്തിയും കൃപാവരങ്ങളും നിന്നെ വിട്ടു പോകുന്നതിന് മുമ്പ് ഇളയപ്പാറുതലിൽ പ്രവേശിച്ചു. വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. അപ്പടി അവർ ഇളയപ്പാറുതലിൽ പ്രവേശിച്ചു. താൻ എങ്ങനെ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. എത്രയോ ഊഴിയர்கள் പ്രകാശിத்த ഊഴിയர்கள் തങ്ങളുടെ പ്രകാശത്തെ നഷ്ടപ്പെടുത്തി പിന്മാറ്റത്തിൽ പോന്നതാക നാമേ പാർക്കിன்றோம். ഇന്നും പ്രകാശിച്ചതായ എത്രയോ ശുശ്രൂഷകർ തങ്ങളുടെ വെളിച്ചത്തെ നഷ്ടപ്പെടുത്തി പിന്മാറ്റത്തിൽ പോയതായി പ്രകാശിച്ച അനേക
തങ്ങളുടെ പ്രകാശത്തെ നഷ്ടപ്പെടുത്തിനാർ. ജ്യോതിസുകളായി പ്രകാശിച്ച അനേകർ തങ്ങളുടെ വെളിച്ചത്തെ നഷ്ടമാക്കി. ഊഴിയர்களுം നഷ്ടപ്പെടുത്തിനാറുകൾ, വിശ്വാസികളും നഷ്ടപ്പെടുത്തിനാർ. ശുശ്രൂഷകൾ നഷ്ടമാക്കി, വിശ്വാസികളും നഷ്ടമാക്കി. പിൻവാങ്ങി പോവാനാകെ അവരുടെ ആത്മാവിൽ എൻ ആത്മാ പ്രിയമായി പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ஆனால் அந்த பின்மாற்றம் வருகிறதுக்கு முந்தி அருமையான பாஸ்டர் ஜோசப் குட்டி அவர்கள் தேவனுடைய இளைப்பாறும் இடத்தில் பிரவேசித்தார். പക്ഷേ ആ പിന്മാറ്റമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പാസ്റ്റർ ജോസഫ് കുട്ടി അവർ ദൈവിക വിശ്രമത്തിലേക്ക് 44,000 പേരിൽ ഒരുവനാக കാണപ്പെട്ടു. ആ 144,000 പേരിൽ ഒരാളായി മാറി. ഒരുവൻ സിയോനാக வெளிப்படுவது எப்படி? ഒരാൾ എങ്ങനെയാണ് സിയോനായി വെളിപ്പെടുക? 87-ാം സംഗീതം 5-ാം വചനത്തെ വാസിക്കുമ്പോൾ 87-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിച്ചാൽ സിയോനെ കുറിച്ച് അവൻ അതിൽ പിറന്താൻ എന്ന് നാം വാസിക്കുന്നു. സിയോനെ കുറിച്ച് അവൻ അവിടെ ജനിച്ചു. സിയോനാക മാറ്റപ്പെട വേണ്ടുമാനാൽ മുതലാമത് സിയോനിൽ പിറക്ക வேண்டும். ഒരാൾ സിയോനായി മാറണമെങ്കിൽ ആദ്യം താൻ സിയോനിൽ ജനിക്കണം. സിയോനിൽ പിറപ്പത് എപ്പടി? എങ്ങനെയാണ് സിയോനിൽ ജനിക്കുക? വെളിപ്പെടുത്തൽ മൂലமாக അവൻ സിയോനിൽ പിറക്കണം. വെളിപ്പാടിൽ കൂടെയാണ് സിയോനിൽ ജനിക്കുന്നത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. യോസേഫുക്കും വെളിപ്പെടുത്തൽ கிடைத்த ഉടനെ യോസേഫിന് ആ വെളിപ്പാട് ലഭിച്ചയുടനെ അവൻ തന്റെ വീട്ടുകാരെയും എല്ലാവരെയും വെറുത്ത് കർത്തരെ നേസിച്ച് ഊഴിയത്തിற்கு പുറപ്പെട്ടു വന്ന തന്റെ വീട്ടുകാരെയും മറ്റെല്ലാവർക്കും കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി അതുവരയ്ക്കും അവർ വീട്ടുകാരെയും എല്ലാരെയും അധികമായി നേസിച്ച് വീട്ടിലെ കാണപ്പെട്ട അതുവരെ തന്റെ കുടുംബത്തെ വീട്ടുകാരെ സ്നേഹിച്ച് താൻ തന്റെ ഭവനത്തിലായിരുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. அந்த வெளிப்படுத்தல் கிடைத்த உடனே ആ വെളിപ്പാട് ലഭിച്ചയുടൻ அவர் புறப்பட்டு வந்தார். താൻ പുറപ്പെട്ടു. அந்த வெளிப்படுத்தல் மூலமாக அவர் சியோனில் பிறந்தார். ആ വെളിപ്പാടിൽ കൂടി താൻ സിയോനിൽ ജനിച്ചു. இரண்டாவது அவன் சியோனாக வெளிப்பட வேண்டுமானால் രണ്ടാമതായി താൻ സിയോനായി அவன் വെളിപ്പെടണം. சியோனில் வளர வேண்டும். താൻ സിയോനിൽ വളരണം. സിയോനിൽ വളരുക എന്ന് சொன்னால் വിശ്വാസ വീട്ടിൽ വന്ന് ജീവിപ്പതല്ല. സിയോനിൽ വളരുക എന്ന് പറഞ്ഞാൽ വിശ്വാസ വീട്ടിൽ വന്ന് ജീവിക്കുകയല്ല. രണ്ടാമത് സിയോനിൽ ഉപദേശത്തിൽ ജീവിക്കണം. ഒന്നാമതായി സിയോനിൽ ഉപദേശത്തിൽ തന്നെ ജീവിക്കണം. രണ്ടാമത് സിയോനിൽ സ്വഭാവത്തിൽ ജീവിക്കണം. രണ്ടാമതായി സിയോന്റെ സ്വഭാവത്തിൽ ജീവിക്കണം. മൂന്നാമത് സിയോനിൽ താഴ്മയിൽ ജീവിക്കണം. മൂന്നാമതായി സിയോന്റെ താഴ്മയിൽ ജീവിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നാലാമത് സിയോനിൽ സന്തോഷത്തിൽ ജീവിക്കണം. നാലാമതായി സിയോന്റെ സന്തോഷത്തിൽ ജീവിക്കണം. വിധமான അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണപ്പെടും. ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളെല്ലാം തന്റെ ജീവിതത്തിൽ ദൃശ്യമായിരുന്നു. സിയോനിൽ ഉപദേശത്തിൽ ജീവിക്കാം. താൻ സിയോന്റെ ഉപദേശത്തിൽ ജീവിച്ചു. സിയോനിൽ ഉപദേശം എന്നെ എന്താണ് സിയോന്റെ ഉപദേശം? ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് ക്രിസ്തുവിൻ മനത് എന്ന് 1 കൊരിന്ത്യർ 2-ാം അധികാരം 16-ാം വചനത്തിൽ നാം വാസിക്കുന്നു. 1 കൊരിന്ത്യർ 2:16 വായിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് കാണാം. ക്രിസ്തുവിൻ മനതെ അറിഞ്ഞവൻ യാർ? ക്രിസ്തുവിന്റെ മനസ്സാരാധനവനാ. ഞങ്ങൾക്കോ ക്രിസ്തുവിൻ മനത് ഇരിക്കുന്നു. ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിൻ മനത് എന്ന് ചൊല്ലുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുമ്പോൾ അത് 4 കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നു. അത് 4 കാര്യങ്ങളെ കാണിക്കുന്നു. മുതലാമത് ഒന്നാക്കപ്പെടുന്നു. ഒന്നാമതായി ഒന്നാക്കി തീർക്കുക. യോവാൻ 17-ാം അധികാരം 21-ാം വചനത്തിൽ വാസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. രണ്ടാമത് ക്രിസ്തുവിൻ മനത് എന്നത് പാടുപെടുകിற ജീവിതത്തെ വെളിപ്പെടുത്തുന്നു. രണ്ടാമതായി ക്രിസ്തുവിന്റെ മനസ്സെന്നത് കഷ്ടം സഹിക്കുന്ന ജീവിതം. 1 പേതുരു 4-ാം അധികാരം മുതൽ 2 വചനങ്ങളിൽ വാസിക്കുന്നു. 1 പത്രോസ് 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ. മൂന്നാമത് ഒന്നാക്കപ്പെടുவது என்பது ക്രിസ്തുവിൻ താഴ്മയെ വെളിപ്പെടുത്തുന്നു. മൂന്നാമതായി ഒന്നാക്കപ്പെടുക എന്നത് ക്രിസ്തുവിന്റെ താഴ്മയെ കാണിക്കുന്നു. ഫിലിപ്പിയർ 2-ാം അധികാരം 5-8 വരെയുള്ള വചനങ്ങളിൽ വാസിക്കുന്നു. ഫിലിപ്പിയർ 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നാലാമത് ക്രിസ്തുവിൻ മനത് என்பது ദേവസിദ്ധം ചെയ്യുന്ന പകുതി എന്ന് നാം വാസിക്കുന്നു. നാലാമതായി ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ദൈവഹിതം ചെയ്യുക എന്നുള്ളത്. എബ്രായർ 10-ാം അധികാരം 5-6 വചനങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:5-6. അപ്പോൾ ഒന്നാക്കപ്പെടുന്നത് ക്രിസ്തുവിൻ മനത്. ആകയാൽ ഏകീഭവിക്കുക എന്നത് ഒന്ന്. സിയോനിൻ ഉപദേശം என்பது സിയോനിലെ ഉപദേശം എന്നത് ഒന്നാക്കപ്പെടുന്നത്. ഒന്നായി തീരുക. ദേവന്റെ ഉപദേശങ്ങളിൽ മേന്മயான ഉപദേശം ഒന്നാക്കപ്പെടുന്നത്. ഉപദേശങ്ങളിൽ ശ്രേഷ്ഠമായതാണ് ഒന്നാക്കപ്പെടുന്നത്. ജാതി വ്യത്യാസമില്ലാமல், ജാതി വ്യത്യാസമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, വർണ്ണ വ്യത്യാസമില്ലാതെ, എന്ത് വ്യത്യാസമില്ലാതെ മറ്റ് യാതൊരു വ്യത്യാസവും രണ്ട് കൊരിന്ത്യർ
കൊരിന്ത്യർ 5-ാം അധികാരം 17-ാം വചനത്തിൽ വാസിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:17 വായിച്ചാൽ ഒരുവൻ ക്രിസ്തുവിൽ ഇരുന്നാൽ അവൻ പുതു സൃഷ്ടി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അവന്റെ മനത് പുതിയത്, അവന്റെ മനസ്സ് പുതിയത്, എല്ലാ വ്യത്യാസങ്ങൾ മാറ്റപ്പെട്ടത്, എല്ലാ വിവേചനങ്ങൾ മാറ്റപ്പെട്ടു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാലത്തെ റോമർ 8-ാം അധികാരം 6-ാം വചനത്തെ വാസിക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ ആവി ജീവനും സമാധാനവും എന്ന് വാസിക്കുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് ജീവനും സമാധാനവുമാകും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ നാം പുതു സൃഷ്ടിയാക മാറ്റപ്പെടുമ്പോൾ നാം പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ അഭിഷേകത്തിനാൽ മറ്റും താൻ പുതു സൃഷ്ടിയാക മാറ്റപ്പെടുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ മാത്രമാണ് പുതു സൃഷ്ടി. മനതെല്ലാം മാറ്റപ്പെടുക. അപ്പോൾ നമ്മുടെ മനസ്സിനെല്ലാം പരിണാമം ഉണ്ടാകും. ചിന്തനകൾ മാറ്റപ്പെടുക. ചിന്തകൾക്ക് മാറ്റം വരും. നമ്മുടെ ചിന്തങ്ങൾ മാറ്റപ്പെടുക. ഇഷ്ടങ്ങൾക്ക് മാറ്റം വരും. നമ്മുടെ അറിந்து കൊള്ളുന്ന പകുതി പുരിந்து കൊള്ളുന്ന പകുതി മാറ്റപ്പെടുക. നമ്മുടെ അറിവിൻ മേഖലയിലും തിരിച്ചറിവിൻ മേഖലയിലും മാറ്റം. തോറ്റങ്ങൾ മാറ്റപ്പെടുക. വിചാരങ്ങൾ നിരൂപണങ്ങൾക്ക് മാറ്റം. പലവിധமான എണ്ണങ്ങളും മാറ്റപ്പെടുക. സകല ചിന്താഗതികൾക്കും മാറ്റം. പലവിധமான എണ്ണങ്ങളിനാൽ, മുൻപേ പല വിചാരങ്ങളാൽ, പലവിധமான ചിന്തനകളിനാൽ, പലവിധമായ ചിന്തകളാൽ നമ്മുടെ മനതാനത് യുദ്ധക്കളം പോലെ കാണപ്പെട്ടു. നമ്മുടെ മനസ്സൊരു പോർക്കളമായിരുന്നു. ഞാൻ എന്നെ ചെയ്വേൻ എങ്ക പോവേൻ എന്ന് നീ തടുമാറിന കാലമുണ്ട്. ഞാൻ എന്ത് ചെയ്യും, എവിടെ പോകുമെന്ന് നീ ചഞ്ചലിച്ച കാലം. ഉലകത്താൻ അപ്പടിപ്പെട്ട സൂழ்நிலைയിൽ തർപ്പലയെ ചെയ്യും. ലോകമനുഷ്യർ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ നീ പുതു സൃഷ്ടിയാക മാറ്റപ്പെടുമ്പോൾ, പക്ഷെ നീയോ പുതിയ സൃഷ്ടിയാകുമ്പോൾ, ഉപദേശത്തിൽ വളരുമ്പോൾ, സിയോന്റെ ഉപദേശത്തിൽ വളരുമ്പോൾ, ഉപദേശത്തിൽ വളരുമ്പോൾ, ഒന്നാക്കപ്പെടൽ ഉപദേശത്തിൽ വളരുമ്പോൾ മനത് മാറ്റപ്പെടുகிறது. എന്റെ മനസ്സിൽ മാറ്റം വരും. ക്രിസ്തുവിൻ മനതെ അറിഞ്ഞവൻ യാർ? ക്രിസ്തുവിനെ മനസ്സറിഞ്ഞവനാ. அந்த മനത് ഉണ്ട്. ഞങ്ങളോ ക്രിസ്തുവിനെ മഹിമயான ஊழியம் செய்த ஒரு மகா பரிசுத்தவான் தான் നമുക്ക് മുന്നാലെ കാണപ്പെടുന്ന പാസ്റ്റർ എം ജോസഫ് കുട്ടി. ഇങ്ങനെയുള്ള മഹത്തായ ശുശ്രൂഷ ചെയ്ത ഒരു മഹാവിശുദ്ധനാണ് നമ്മുടെ മുൻപിലുള്ള പാസ്റ്റർ ജോസഫ് കുട്ടി. അപ്പോൾ ഒന്നാക്കപ്പെടുന്നത് സിയോനിൻ ഉപദേശം. ആകയാൽ ഒന്നാക്കപ്പെടുക എന്നത് സിയോനിന്റെ ഉപദേശം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇനി സിയോനിൻ സന്തോഷത്തിൽ വളര വേണ്ടും. അതായത് സിയോന്റെ സന്തോഷത്തിൽ വിലയേറപ്പെട്ട സ്വഭാവത്തെ പാർക്കിലും എല്ലാ വലിയ സ്വഭാവങ്ങളെ മേന്മയാണ് സ്വഭാവം താൻ സന്തോഷം. ശ്രേഷ്ഠമായ സ്വഭാവമാണ് സന്തോഷം. പ്രസംഗി 3-ാം അധികാരം 12-ാം വചനത്തെ വാസിക്കുമ്പോൾ സഭാപ്രസംഗി 3:12 മகிழ்ச்சியாயிருப்பதுം ഉയിരോട് ഇരിക്കയിൽ നന്മ ചെയ്വതുമേ അല്ലാமல் ഉലകത്തിൽ വേറെ നന്മയില്ല. ആയുഷ്കാലം സുഖം അനുഭവിക്കുന്നതും സന്തോഷമായിരിക്കുന്നതുമല്ലാതെ ലോകത്തിൽ വേറെ നന്മയില്ല. സന്തോഷമായിരിപ്പത് ദേവസിദ്ധം. നാം ദൈവത്തിൽ സന്തോഷമായിരിക്കുന്നതാണ് ദൈവഹിതം. നീ മகிழ்ச்சியாயிருப்பതും നീ ആനന്ദമായിരിക്കുക. ഉയിരോട് ഇരിക്കയിൽ ആയുഷ്കാലത്ത് നന്മ ചെയ്വതുമേ അല്ലാமல் വേറെ ദേവസിദ്ധം ഇല്ല. നന്മ ചെയ്യുന്നതുമല്ലാതെ മറ്റൊരു ദൈവഹിതമില്ല. ജോസഫ് കുട്ടി അവർ എപ്പോഴും എന്ത് സൂழ்நிலைയിലും സന്തോഷமாக കാണപ്പെട്ടു. ജോസഫ് കുട്ടി അവർ ഏത് സാഹചര്യത്തിലും എത്രയും സന്തോഷത്തിലായിരുന്നു. കൂട്ടത്തെ നടത്തിനാർ, താൻ ഒരു യോഗം നടത്തിയാൽ സന്തോഷമായിരിപ്പത് മറ്റുമല്ല, താൻ സന്തോഷിക്കുക മാത്രമല്ല ജനത്തെയും സന്തോഷപ്പെടുത്തുവാൻ ജനങ്ങളെല്ലാം സന്തോഷിപ്പിക്കും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാൽത്തെ സന്തോഷ നിരൂപമേ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സന്തോഷത്തിന്റെ ലേഖനം പോലും എഴുതപ്പെട്ടത്. ഫിലിപ്പിയർ നിരൂപം സന്തോഷ നിരൂപം. ഫിലിപ്പിയ ലേഖനം സന്തോഷത്തിന്റെ ലേഖനം. 14 മുறை നാം വാസിக்கிறோம். അവിടെ 14 പ്രാവശ്യമായി സന്തോഷമായിരുങ്ങൾ മറുപടിയും சொல்லுகிறேன் സന്തോഷമായിരുങ്ങൾ. സന്തോഷിപ്പിൻ, പിന്നെയും പറയുന്നു സന്തോഷിപ്പിൻ. ഫിലിപ്പിയർ നിരൂപത്തിക്ക് സന്തോഷം നിരൂപം എന്ന് പേര്. ആകയാൽ ഫിലിപ്പിയ ലേഖനം സന്തോഷ ലേഖനം എന്ന് വിളിക്കപ്പെടുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. സിയോനിൻ സ്വഭാവമാകിയ സന്തോഷത്തിൽ ജോസഫ് കുട്ടി കാണപ്പെട്ട. ജോസഫ് കുട്ടി അവർ സിയോന്റെ സ്വഭാവമായ സന്തോഷത്തിൽ സദാ കാണപ്പെട്ടു. സന്തോഷം താൻ നമ്മുടെ ആരോഗ്യം. ആ സന്തോഷമാണ് നമ്മുടെ ആരോഗ്യം. നീതിമൊഴികൾ 17-ാം അധികാരം 22-ാം വചനത്തെ വാസിക്കുമ്പോൾ സദൃശവാക്യം 17:22 വായിച്ചാൽ മகிழ்ச்சி നല്ല ഔഷധം, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം, മുറിந்த ആവിയോ എലുമ്പുകളെ ഉലരപ്പെട്ടു, തകർന്ന മനസ്സ് അസ്ഥിയെ ഉണക്കുന്നു. ആകയാൽ ജോസഫ് കുട്ടി എപ്പോഴും എല്ലാ സൂழ்நிலைയിലും എല്ലാ പ്രശ്നവേളയിലും എല്ലാവിധമായ ഇക്കട്ടുകളിലും അവർ സന്തോഷமாக കാണപ്പെട്ടു. എല്ലാ സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും ദുർഘടങ്ങളിലെല്ലാം പാസ്റ്റർ ജോസഫ് കുട്ടി സദാ സന്തോഷവാനായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് വെള്ളിക്കിഴമയിലൂടെ നാം ഫോണിൽ പേசும்போது തന്റെ മരണത്തിന് മുൻപായി വെള്ളിയാഴ്ച ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. സന്തോഷமாக കാണപ്പെട്ടു. താൻ വളരെ സന്തോഷവാനായിരുന്നു. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു, സെപ്റ്റംബർ മാസത്തിലെ പാസ്റ്റേഴ്സ് മീറ്റിംഗിന് വര വേണം. സെപ്റ്റംബർ മാസം പാസ്റ്റേഴ്സ് മീറ്റിംഗിന് വരണം. പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ നിങ്ങൾ ഒരു വേദപാഠം കൊടുക്ക വേണം. പാസ്റ്റേഴ്സ്
പേരൻസ് മീറ്റിംഗിൽ ഒരു ബൈബിൾ സ്റ്റഡി കൊടുക്കണം. അപ്പോൾ എനിക്കൊരു കൂട്ടമുണ്ട്. അപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. அந்த மீட்டிங் நான் தருகிறேன். ആ മീറ്റിംഗ് തരാം. முதல் பகுதி நான் எடுக்கிறேன். ആദ്യ ഭാഗം ഞാൻ എടുക്കാം. இரண்டாம் பகுதி வேதபாடம் நீங்கள் கொடுக்க வேண்டும். അടുത്ത ഭാഗത്തുള്ള വേദപാഠം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ என்கிட்ட சொன்னா, അപ്പോൾ എന്നോട് പറഞ്ഞു, சரி அச்சா அப்படியே ஆகட்டும். ശരി അച്ഛാ, അങ്ങനെ നടക്കട്ടെ. உடனே அந்நிய பாஷையில் பேசினார். ഉടനെ അന്യഭാഷ പറഞ്ഞു. நான் தொலைபேசியில் அந்நிய பாஷையில் பேசினார். ഞാൻ ഫോണിൽ കൂടെ അന്യഭാഷ പറഞ്ഞു. அவர் மரிக்கும் என்று நான் நினைக்கவில்லை. താൻ മരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. நிச்சயமாக தேவன் அவருக்கு ஆயுசு நீட்டி கொடுத்தார் என்று நான் சொன்னேன். തീർച്ചയായും ദൈവം എനിക്ക് ആയുസ് നീട്ടി കൊടുത്തത് ഞാൻ அவன் மன மகிழ்ச்சியில் காணப்பட்டார். താൻ സന്തുഷ്ട ഹൃദയത്തിൽ வியாதியினால் துக்கத்தில் காணப்படவில்லை. രോഗത്താൽ താൻ ദുഃഖിതനായിരുന്നില്ല. துக்கத்தில் காணப்படவில்லை. പ്രശ്നങ്ങളിൽ ദുഃഖിതനായിരുന്നില്ല. சூழ்நிலையிலும் சோர்ந்து போகவில்லை. ഒരു സാഹചര്യത്തിലും തളർന്നില്ല. அவர் எப்போதும் உற்சாகமாயிருந்தார். താൻ സദാ ഉത്സാഹവാനായി சந்தோஷமாயிருந்தார். സന്തോഷവാനായിരുന്നു. மூன்றாவது சீயோனில் வளருக என்று சொன்னார். സിയോനിൽ വളരുക എന്നാൽ சீயோனுடைய தாழ்மையில் வளர வேண்டும். സിയോന്റെ താഴ്മയിൽ വളരണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. சீயோனுக்கு ஒரு தாழ்மையுண்டு. സിയോന്റേതായ ഒരു താഴ്മയുണ്ട്. அப்போஸ்தலிக உபதேசத்தின் 7 படிகள் என்பதை பாஸ்டர் பால் சொல்லும்போது தாழ்மையின் 7 படிகள் என்று சொல்லுவார்கள். അപ്പോസ്തലിക ഉപദേശത്തിന്റെ 7 പടികളെ കുറിച്ച് പാസ്റ്റർ പോൾ പറയുമ്പോൾ താഴ്മയുടെ 7 പടികൾ എന്നാണ് പറയുക. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. சீயோனுக்கு ஒரு தாழ்மையுண்டு. സിയോന് ഒരു താഴ്മയുണ്ട്. പിതാവുക്ക് താഴ്മയുണ്ട്. പിതാവിന് താഴ്മയുണ്ട്. കുമാരനുക്കും താഴ്മയുണ്ട്. പുത്രന് താഴ്മയുണ്ട്. ജീവിക്കുന്ന പരിശുദ്ധവാന്കളിലും താഴ്മയുണ്ട്. ജീവിക്കുന്ന വിശുദ്ധന്മാരിലും താഴ്മയുണ്ട്. താഴ്മ എന്താണ് പിതാവിന്റെ താഴ്മ? 7-ാം അധികാരം 6-ാം വചനത്തെ വാസിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 6-ാം വാക്യം, 40 വർഷം ദേവൻ ഇസ്രായേൽ മക്കളെ വനാന്തര വഴിയാക നടത്തിനാർ. ദൈവം ഇസ്രായേലിനെ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടത്തി. 40 വർഷം അവരോട് കൂടെ വാസം പണിനാർ. ആ 40 അവരുടെ നടുവിൽ വസിച്ചു. നിങ്ങളോട് കൂടെ വാസം പണുമ്പടിക്ക് നിങ്ങൾ എനിക്കൊരു കൂടാരത്തെ ചെയ്വായാക എന്ന് ദേവൻ சொன்னார். ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് ഒരു കൂടാരം പണിയണമെന്ന് ദൈവം കൽപ്പിച്ചു. அப்படி ஆயத்தப்படுத்தின கூடாரம் தான் ஆசீர்வதிப்பு கூடாரம் என்று நமக்கு யாவருக்கும் தெரியும். അങ്ങനെ ഒരുക്കപ്പെട്ട കൂടാരമാണ് സമാഗമന കൂടാരം എന്ന് നമുക്കറിയാമല്ലോ. அந்த கூடாரத்தில் தேவன் தங்கினார். ആ കൂടാരത്തിൽ ദൈവം പാർത്തു. தேவனுடைய தாழ்மையை பாருங்கள். ദൈവത്തിന്റെ താഴ്മ നോക്കൂ. அந்த கூடாரத்தில் தங்கும்போது ആ കൂടാരത്തിൽ വസിക്കുമ്പോൾ ഉടൻപടിക്ക പെട്ടിയുണ്ട്. നിയമപ്പെട്ടകമുണ്ട്. പരിശുദ്ധ സ്ഥലത്തിലെ പെട്ടിதான் ഉടൻപടിക്ക പെട്ടി. അതിവിശുദ്ധ സ്ഥലത്തുള്ള പെട്ടകമാണ് നിയമപ്പെട്ടകം. അതിൽ 2 കെരൂബുകൾ ഉണ്ട്. അതിന് മീതെ 2 കെരൂബുകൾ. കൃപാസനത്തിന്മേൽ അടിപ്പുവേലയാക ചെയ്യപ്പെട്ട 2 കെരൂബുകൾ. കൃപാസനം അതിന് മീതെ അടിപ്പുപണിയായി ചെയ്യപ്പെട്ട 2 കെരൂബുകൾ. കെരൂബുകളിൽ മധ്യ ദേവൻ വാസം ആ കെരൂബുകളുടെ മധ്യേ ദൈവം വസിച്ചു. அந்த பெட்டி வைக்கிறதுக்கு നാലാ പെട്ടകം വയ്ക്കുവാൻ കാർപ്പറ്റ് ദേവൻ ചെയ്യവില്ല. ഒരു പരവതാനി ഉണ്ടാക്കാൻ പറഞ്ഞില്ല. ഗവനിച്ച് പാരുങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കൂ. പിതാവിൻ താഴ്മയെ പാരുങ്ങൾ. പിതാവിന്റെ താഴ്മയെ നോക്കൂ. പെട്ടി വെക്കുന്നത് മണലിൽ വെക്കുന്നപടി ആ പെട്ടകം ആ മണലിൽ വയ്ക്കുമ്പോൾ ഒരു 10ക്ക് 10 കാർപ്പറ്റ് ചെയ്യലാം. ഒരു 10 അടി നീളവും വീതിയുമുള്ള ഒരു പരവതാനി ഉണ്ടാക്കാം. സ്ഥലത്തിൽ നീളം അകലം എന്നത് 10ക്ക് 10. അതിവിശുദ്ധ സ്ഥലത്തിന്റെ അളവെന്നത് 10x10. എത്രയോ തിരകൾ ചെയ്താர்கள். എത്രയോ തിരശ്ശീലകൾ ഉണ്ടാക്കി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആരോനുക്ക് 10 വിധமான വസ്ത്രങ്ങളെ ചെയ്താർ. അഹരോന് 10 വിധ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. ഇനി പലവിധமான തിരകളെ ചെയ്താർ. പലവിധ തിരശ്ശീലകൾ ഉണ്ടാക്കി. തനക്കാക തന്റെ പെട്ടി വയ്ക്കുമ്പടിക്ക് 10ക്ക് 10 ഒരു കാർപ്പറ്റ് ചെയ്തിരിക്കണം. നാലാ പെട്ടകം വയ്ക്കേണ്ടതിന് 10x 10 ഉള്ളതായ ഒരു പരവതാനി ഉണ്ടാക്കാമായിരുന്നു. എനിക്ക് കാർപ്പറ്റ് വേണ്ട. ആ പരവതാനി വേണ്ട. എന്നോട് പെട്ടി ആ പെട്ടകം അത് കതിരമരത്തിനാൽ ചെയ്താലും കൂടെ കതിരമരം കൊണ്ട് പണിയുന്നുവെങ്കിലും പൊന്നിനാൽ മൂടപ്പെട്ടത്. അത് പൊന്ന് കൊണ്ട് പൊതിഞ്ഞു. മുഴുവതും പൊന്നാക കാണപ്പെട്ടത്. പുറമെ പൊന്നായി കാണപ്പെടുന്നു. പൊന്നാന ഉടൻപടിക്ക പെട്ടി ആ പൊന്നായ നിയമപ്പെട്ടകം മണലിൽ വയ്ക്கிறார். വെറും മണലിൽ വയ്ക്കുന്നു. മണലിൽ എவ்வளவோ അശുദ്ധം ആ இருக்கலாம். മണലിൽ എത്രയോ മാലിന്യങ്ങൾ കാണും. മണലിൽ 10 പാമ്പുകൾ இருக்கலாம். ചത്തതായ പാമ്പുകൾ കാണപ്പെട്ടു. അശുദ്ധം இருக்கலாம். എത്രയോ മാലിന്യങ്ങൾ കാണേക്കാം. தேவனுடைய பெட்டியை வைத்தார். എവിടെയാണ് ദൈവത്തിന്റെ പെട്ടകം? தேவனுடைய தாழ்மையை பாருங்கள். ദൈവത്തിന്റെ താഴ്മ നോക്കൂ. எவ்வளவு பெரிய தாழ்மையுள்ள தெய்வமே நாம் ஆராதிக்கிற தெய்வம். നാം ആരാധിക്കുന്ന ദൈവം എത്രയോ മഹാ താഴ്മയുള്ളവൻ. அதுதான் சீயோனின் தாழ்மை. അതാണ് സിയോന്റെ താഴ്മ. அதுதான் ஜோசப் குட்டிக்கு
എഴുത്തിൻ പ്രകാരം അനേകായിരം പണം കടത്താനും കൂടെ പാസ്റ്റർ ജോസഫ് കുട്ടിക്ക് അക്ഷരീകമായി ധാരാളം പണം ലഭിച്ചു. ജീവിതം മാറ്റമില്ല, ജീവിതത്തിൽ മാറ്റമൊന്നുമില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവരുടെ ത്യാഗത്തിൽ മാറ്റമില്ല, ത്യാഗത്തിന് മാറ്റമൊന്നുമില്ല. വിശ്വാസ ജീവിതം മാറ്റമില്ല, വിശ്വാസ ജീവിതം മാറ്റിയില്ല. അവരുടെ പ്രതിഷ്ഠയും ജീവിതം മാറവില്ല, ജീവിതം മാറ്റിയില്ല. അതേ താഴ്മയിൽ കാണപ്പെട്ട ആ താഴ്മയിൽ തന്നെ കാണുന്നു. പിതാവിനോട് താഴ്മയിൽ അവർ കാണപ്പെട്ട കാരണം പിതാവിന്റെ താഴ്മയിൽ താൻ കാണുന്നു. സിയോനിൽ പിറന്ന കാരണമോ താൻ സിയോനിൽ ജനിച്ചു. പിതാവിൻ താഴ്മയിൽ കാണപ്പെട്ട ആകയാൽ പിതാവിന്റെ താഴ്മയിൽ ജീവിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പുതിയ ഏർപ്പാട്ട് പകുതിയിൽ വരുമ്പോൾ പുതിയ നിയമഭാഗത്ത് വരുമ്പോൾ താഴ്മ ഏത് വെളിപ്പെടുത്തി താഴ്മ ഇതിനെ കാണിക്കും. ഫിലിപ്പിയർ 4:11-12 വസനങ്ങളെ വാസിക്കുമ്പോൾ ഫിലിപ്പിയർ ലേഖനം 4:11-12 സൂഴ്നിലയിൽ ഇരുന്നാലും ഏത് അവസ്ഥയിലും അനരമ്യമായിരിക്കണം കറ്റുകൊണ്ട് അലംഭാവത്തോടെ മാനസിക സന്തോഷത്തോടെ എപ്പടി നടത്തിനാലും ദൈവം എന്നെ എങ്ങനെ നടത്തിയാൽ ചിലപ്പോൾ കഷ്ടങ്ങളിലൂടെ നടത്തണം, ചിലപ്പോൾ കഷ്ടതകളിലൂടെ നടത്തിയേക്കാം, വ്യാധിയിൽ ചിലപ്പോൾ നടത്തണം, രോഗത്തിൽ കൂടെ നടത്തിയേക്കാം, പ്രശ്നയിൽ നടത്തണം, ചിലപ്പോൾ പ്രശ്നങ്ങളിൽ കൂടെ വറുമയിൽ നടത്തണം, ദാരിദ്ര്യത്തിൽ കൂടെ നടത്തിയേക്കാം. എപ്പടി നടത്തിനാലും ദൈവം എങ്ങനെ നടത്തിയാലും നാം മനരമ്യமாக ജീവിക്ക വേണ്ട, നാം അലംഭാവത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. മനരമ്യமாக ജീവിക്കാം. ജോസഫ് കുട്ടി മാനസിക സന്തോഷത്തോടെ ജീവിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. அதுதான் பிதாவின் தாழ்மை. അതാണ് പിതാവിന്റെ താഴ്മ. தாழ்மை நானும் நீங்களும் பெற்றுக்கொள்ள வேண்டியது அவசியம். ഞാൻ നിങ്ങൾ ഈ താഴ്മ പ്രാപിക്കേണ്ടത് അനിവാര്യം. தேவன் நம்மை எப்படிப்பட்ட சூழ்நிலையில் நடத்தினாலும், ദൈവം നമ്മെ ഏത് സാഹചര്യത്തിൽ നടത്തിയാലും, വ്യാധിയിൽ നടത്തலாம், ചിലപ്പോൾ അത് രോഗത്തിൽ കൂടെ ആകാം, പ്രശ്നയിൽ നടത്തலாம், ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കൂടെ ആകാം. எனக்கு இப்படி சம்பவிக்க வேண்டும் என்ற கேள்விகள் உன்னோட வாழ்க்கையில் எழும்பலாம். എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന ചോദ്യം വന്നേക്കാം. ஆனாலும் அந்த பிதாவினோட தாழ்மையில் நீ காணப்பட പക്ഷേ வேண்டும். ആ പിതാവിന്റെ താഴ്മയിൽ നീ ജീവിക്കൂ. ഉപദ്രവത്തിന്റെ മധ്യയിൽ നീ സോർന്നു പോകാതെ, കഷ്ടങ്ങളുടെ മധ്യേ തളരരുത്. ഇനി இந்த ஊழியத்துக்கு யாருണ്ട് என்ற கேள்வி உனக்கு வேண்டாம். ഇനി ശുശ്രൂഷയ്ക്ക് ആരുണ്ടെന്നുള്ള ചോദ്യം വേണ്ട. தேவனுடைய ஊழியம், ഇതാ ദൈവത്തിന്റെ വേല. மட்டும் നടത്തിയ தேவன் மேலும் இந்த ஊழியத்தை நடத்துவார். ഇതുവരെ വേല നടത്തിയ ദൈവം ഇനിയും മുന്നോട്ട് നയിക്കും. കൊട്ടാരക്കരയിൽ നടത്തിയ தேவன் மேலும் നടത്തുവാർ. കൊട്ടാരക്കരയിൽ നടത്തിയ ദൈവം ഇനിയും നടത്തും. നടത്തുവാർ എന്ന വിശ്വാസമുള്ളവരുടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ചൊല്ലുക. ഇത് നമ്മുടെ സഭയുടെ 102-ാം വർഷം. നമ്മുടെ സഭയിലെ 102-ാം വർഷമാണിത്. എത്രയോ പ്രശ്നങ്ങൾ വന്നതുണ്ട്, പ്രശ്നങ്ങൾ എത്രയോ വന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എല്ലാ പ്രശ്നയിലും ദേവൻ നമ്മെ പാതുകാത്ത, സകല പ്രതിസന്ധികളിലും ദൈവം നമ്മെ സംരക്ഷിച്ചു. പരിശുദ്ധവാന്കളെ ദേവൻ പരിശുദ്ധപ്പെടുത്തി എടുത്തുകൊള്ളുകയാണ്. അതാത് സമയത്ത് ദൈവം വിശുദ്ധന്മാരെ വിശദീകരിച്ച് ചേർക്കുന്നു. ഞാനിവിടെ നിனைத்து ഞാനും ചിന്തിച്ചു 2 വർഷം കൂടെ ഇരുന്നാൽ 2 വർഷം കൂടെ ജീവിച്ചാൽ കൊട്ടാരക്കരയിൽ 2 വർഷം കൂടെ കൺവെൻഷൻ നടത്തിയിരിക്കണം. കൊട്ടാരക്കരയിൽ 2 കൊല്ലം കൂടെ കൺവെൻഷൻ നടത്താമായി. ഇന്ത്യാവിലും കൺവെൻഷൻ നടത്തിയിരിக்கலாம். ലോകത്തിലെ കൺവെൻഷൻ നടത്താമായി. ஜோசப் ஒரு புதிய ஊழியத்துக்காக தேவன் உங்களுக்கு பயிற்சி தருகின்றார். ജോസഫ് കുട്ടി ഒരു പുതിയ ശുശ്രൂഷയ്ക്കായി ദൈവം പരിശീലനം നൽകുന്നു. புதிய அபிஷேகம் தர போகிறார். പുതിയ അഭിഷേകം തരാൻ പോകുന്നു. புதிய கிருபைகள் தர போகிறார். പുതിയ കൃപ തരാൻ പോകുന്നു. இதுவரைக்கும் செய்த ஊழியம் அல்ல, ഇതുവരെ ചെയ്ത വേലയില്ല. இனி ஒரு புதிய ஊழியம் தேவன் ஜோசப் குட்டியின் மூலமாக செய்ய போகிறார். ഒരു പുതിയ ശുശ്രൂഷ കർത്താവ് ജോസഫ് കുട്ടിയിൽ കൂടെ ചെയ്യുവാൻ പോകുന്നു. ஆனா ஜோசப் குட்டி கடந்து போனார். പക്ഷേ ജോസഫ് കുട്ടി ஆனா தேவனுடைய திட்டம் மற்றுள்ள ஊழியர்கள் மூலமாக தேவன் செய்வார் என்ற விசுவாசம் உடையவர்கள் மறுபடியும் ஒரு அல்லேலூயா എല്ലാവരെയും കാര്യം കൂടെ ദൈവം നിറവേറ്റുമെന്ന വിശ്വാസമുള്ള ദൈവം നമ്മളെ കൈവിടില്ല. தேவனுடைய ஊழியம், ഇതാ കർത്താവിന്റെ വേല. பிரச்சனைகள் வந்தது, പ്രതിസന്ധികൾ എത്രയോ വന്നു. போராட்டங்கள் வந்தது, സംഘർഷങ്ങൾ എത്രയോ വന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. 1941 ஆண்டில் 1941 திருவிழாவில் பெரிய போராட்டம். തിരുവല്ലായിൽ ഒരു വലിയ പ്രതിസന്ധി. விவரமாக நான் சொல்ல போகிறது വിശദീകരിക്കുന്നില്ല. ஆனால் பாஸ்டர் ஏசி തോമസ് அவர்கள் ഞാൻ പാസ്റ്റർ എസി തോമസ് അവர்கள் போராட்டத்தை எல்லாம் மேற்கொண்டார். ആ പ്രതിസന്ധികളെ തരണം ചെയ്തു. பாஸ்டர் ஏசி തോമസ് அவர்கள் കൊട്ടാരക്കരയിൽ വந்தார். പിന്നീട് താൻ കൊട്ടാരക്കരയിൽ വന്നു. കൊട്ടാരക്കരയിലും വലിയ പോരാട്ടങ്ങൾ, കൊട്ടാരക്കരയിൽ വലിയ പ്രതിസന്ധികൾ ജയിത്താർ. അതും ജയിച്ചു. அதுக்கு பிறகு அவரை மாற்றி சென்னைக்கு மாற்றப்பட்டார். പിന്നീട് താൻ ചെന്നൈയിലേക്ക് മാറ്റപ്പെട്ടു. அங்கேயும் பெரிய போராட்டம், അവിടെയും വലിയ പ്രതിസന്ധികൾ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனால் அந்த பரிசுத்தவான் பாஸ்டர் ஏசி തോമസ് அவர்கள் சோர்ந்து போகவில்லை. എന്നാൽ പാസ്റ്റർ എസി തോമസ് എന്ന വിശുദ്ധൻ ക്ഷീണിച്ചില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இதுவே கர்த்தருடைய ஊழியம் என்று
சொல்லி தைரியமாக ஊழியம் செய்தார். ഇതാണ് ദൈവത്തിന്റെ വേല എന്ന് പറഞ്ഞ് സധൈര്യം വേല ചെയ്തു. അതേപോലെ ജോസഫ് കുട്ടിയും ഊഴിയം ചെയ്താർ. അതുപോലെ തന്നെയാണ് ജോസഫ് കുട്ടിയും വേല ചെയ്തത്. പിതാവിന്റെ താഴ്മയെ നാം പെറ്റുകൊള്ളും. പിതാവിന്റെ താഴ്മയെ പ്രാപിക്കാം. സൂழ்நிலைയിൽ ദേവൻ നമ്മെ നടത്തിനാർ. ദൈവം നമ്മെ ഏത് സാഹചര്യത്തിൽ കൂടെ നടത്തിയാണ്. സൂழ்நிலைയിൽ നാം മகிழ்ச்சியாக സന്തോഷமாக സമാധാനமாக അവരെ പിൻപറ്റുவோം. ആ സാഹചര്യങ്ങളെല്ലാം ആനന്ദ സന്തോഷത്തോടെ സമാധാനത്തോടെ തന്നെ അനുഗമിക്കാം. നീ സോർന്നു പോകാതെ, നീ തളരരുത്, നീ അധൈര്യപ്പെട്ടു നീ പോകാതെ, അധൈര്യപ്പെടരുത്, കലങ്കാതെ, കലങ്ങരുത്, നിന്റെ ഹൃദയം കലക്കത്തേക്ക് ഇടം തൊടാതെ, ഹൃദയത്തിൽ കലക്കത്തിനൊട്ട് ഹൃദയം കലങ്കാതിരുപ്പதாக നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. വിശ്വാസികൾ പിതാവിനിടത്തിലും വിശ്വാസമായി ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ദൈവം നമ്മുടെ വേലയെ കൈവിട മാറ്റാൻ ദൈവം നമ്മുടെ വേലയെ കൈവിടില്ല, നടത്തുവാൻ തീർച്ചയായും നടത്തും. അടുത്ത ക്രിസ്തുവിൻ താഴ്മ നമുക്ക് തേവ. അടുത്തതായി ക്രിസ്തുവിന്റെ താഴ്മ വേണം. ക്രിസ്തുവിൻ താഴ്മ എന്താണ് ക്രിസ്തുവിന്റെ താഴ്മ? യെശയ്യാ 45:15 വസനത്തിൽ വാസിക്കുമ്പോൾ യെശയ്യാവ് 45:15 എന്നെ വാസിக்கிறோம். എന്താണ് വായിക്കുന്നത്? വാസിங்க തമിഴ് 45:15 ഇസ്രായേലിൻ ദേവനും രക്ഷകരുമാകിയ നീർ നീയാകവേ ഉന്നെ മറയ്ത്തുകൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ ദൈവം രക്ഷിതാവായി നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു. മനുഷ്യനാக വെളിപ്പെട്ട നമ്മുടെ ദേവാദി ദേവൻ യേശു ക്രിസ്തു. മനുഷ്യനായി വെളിപ്പെട്ട നമ്മുടെ ദൈവാദി ദൈവം യേശു ക്രിസ്തു. നമ്മുടെ ദൈവം ഒരേ ഒരു ദൈവം தான். നമ്മുടെ ദൈവം ഏകൻ മാത്രം. ஆனால் திருத்துவ தெய்வம் மூன்று ஆளத்தமுடையவர். എന്നാൽ കൃത്യമായി 3 ആളത്വങ്ങളുള്ളവനായിരിക്കുന്നു. സൃഷ്ടിപ്പുക്കാக ദേവൻ തൃത്വமாக വെളിപ്പെട്ട സൃഷ്ടിയുടെ പ്രവൃത്തികൾക്കായി ദൈവം തൃത്വമായി. രണ്ടാമത്തെ ആളത്വം தான் യേശു ക്രിസ്തു. അതിൽ രണ്ടാമത്തെ വ്യക്തിത്വമാണ് യേശു ക്രിസ്തു. ദേവൻ എല്ലാം ചെയ്താർ. തന്നിൽ കൂടെ ദൈവം എല്ലാം സൃഷ്ടിക്കുന്നതിന് മുന്നമേ എല്ലാത്തിന്റെയും സൃഷ്ടിക്ക് മുമ്പേ തൃത്വ ദേവൻ മൂന്ന് ആളത്വം ഈ 3 ആളത്വമായ ഒന്നാக பேசிக்கொண்டிருந்தார். തമ്മിലൊന്നായി സംഭാഷിച്ചു. அதுதான் எபேசியர் 1 12 வசனம். അതാണ് എഫേസ്യർ 1:12. அங்கே ஒரு ஆலோசனையும் തീരുമാനം എന്ന 2 പദങ്ങളെ നാം பார்க்கிறோம். അവിടെ ഒരു ആലോചനയും അതിന്റെ നിർണയവും എന്ന 2 പദങ്ങൾ കാണാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ദേവനുടെ ഒരു ആലോചനയുണ്ട്. ദൈവത്തിന് ഒരു ആലോചനയുണ്ട്. ദേവനുടെ ആലോചന എന്താണ് ദൈവത്തിന്റെ ആലോചന? എഫേസ്യർ 1 10 വസനം. എഫേസ്യർ 1:10. പരലോകത്തിലുള്ളവர்களுം ഭൂമിയിലുള്ളവர்களுം ഒന്നാക്കപ്പെട வேண்டும். സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേർക്കുക. അതാണ് ദൈവത്തിന്റെ ആലോചന. തനിമയായിരിപ്പത് നല്ലതല്ല. നാം ഏകരായിരിക്കുന്നത് നല്ലതല്ല. നമ്മുടെ ദേവനിൽ അൻപ് കാണപ്പെടുന്നത്. നമ്മിൽ ദൈവസ്നേഹം കാണപ്പെടുന്നു. അൻപ് തനിമയായിരുന്നാൽ എന്നാ പ്രയോജനം? സ്നേഹം തനിച്ചിരുന്നാൽ എന്ത് പ്രയോജനം? ഇതൊരു കല്ലായിരിക്കട്ടും, ഇതൊരു കല്ലായിരിക്കട്ടെ, இந்த കല്ലിൽ നെരുപ്പുണ്ട്. ഈ കല്ലിന്റെ ഉള്ളിൽ തീയുണ്ട്. இந்த കല്ല് തനിമയായിരുന്നാൽ, ഈ കല്ല് തനിച്ചിരുന്നാൽ இந்த நெருப்பு வெளிப்பட முடியாது. ആ തീ വെളിപ്പെടില്ല. இந்த நெருப்பு ஒருவருக்கும் பிரயோஜனப்படாது. ആർക്കും പ്രയോജനമുണ്ടാവുകയില്ല. இந்த நெருப்பு பிரயோஜனப்பட்டு പക്ഷേ പ്രയോജനപ്പെടുന്ന ആ ഒരു തീയായി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടുമാനാൽ മറ്റുള്ളവർക്ക് ഉപകരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു കല്ല് ഉരുവാക്കപ്പെട வேண்டும். സമാനമായ മറ്റൊരു കല്ല് ആവശ്യം. കല്ല് ഉരുവാക്കപ്പെട வேண்டும். ഒരു കല്ലുണ്ടാക്കപ്പെടണം. മണ്ണാങ്കട്ടി ഉരുവാനാൽ ഒരു മണ്ണാങ്കട്ട ഉണ്ടാക്കിയാൽ പോരാ, അതൊരു കല്ലാകവേ കാണപ്പെട வேண்டும். അതൊരു കല്ല് തന്നെ ആയിരിക്കണം. அந்த കല്ലും இந்த കല്ലും കൂടെ ഉരസും പോത് ഈ 2 കല്ലും തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ വെളിപ്പെടും, തീ വരുന്നു. അതാ ദേവൻ சொன்னார். ദൈവം പറഞ്ഞത് തനിമയായിരിപ്പത് നല്ലതല്ല, നാം ഏകരായിരിക്കുന്നത് നല്ലതല്ല, അൻപായിരിக்கிறோம். നാം സ്നേഹമായിരിക്കുന്നു. എല്ലാ അൻപെ പാർക്കലും മേന്മയാൻ അൻപ്. എല്ലാ സ്നേഹത്തെക്കാൾ ശ്രേഷ്ഠമായ സ്നേഹം. அந்த അൻപിലെ മനുഷ്യനെ ഉരുവാക്കുവാൻ, ആ സ്നേഹത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതുதான் തമ്മത് സായലാகவும் തമ്മത് രൂപത്തിൻപടി മനുഷ്യനെ ഉണ്ടാക്കിനാർ എന്ന് വാസിക്കുന്നു. അതുകൊണ്ടാണ് തന്റെ സാദൃശ്യത്തിലും സ്വരൂപപ്രകാരം മനുഷ്യനെ നിർമ്മിച്ചത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എഫേസ്യർ 1 വസനത്തെ വാസിക്കുമ്പോൾ എഫേസ്യ ലേഖനം 1:4 വായിച്ചാൽ അൻപിൽ പരിശുദ്ധമുള്ളവരും അൻപിൽ കുറ്റമറ്റവരുമായിരിപ്പതற்கு ഉലക തോற்றத்துக்கு മുന്നമേ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്താർ. നാം സ്നേഹത്തിൽ വിശുദ്ധരും സ്നേഹത്തിൽ നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനം മുമ്പേ ക്രിസ്തുവിൽ നമ്മെ മുൻനിയമിച്ചു. ഉലക തോற்றத்துக்கு മുന്നേ ക്രിസ്തു എണ്ണപ്പെട്ട. ആകയാൽ ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു. ക്രിസ്തു എന്ന് சொன்னால் അർത്ഥം என்ன? ക്രിസ്തു എന്നാൽ എന്താണ് അർത്ഥം? നമുക്ക് യാവർക്കും தெரியும், അഭിഷേകം
അഭിഷക്തൻ. നമുക്കറിയാം അഭിഷിക്തൻ. തൃത്വത്തിൽ രണ്ടാം ദൈവമാകിയ യേശു എപ്പോഴും അഭിഷേകം പണ്ണപ്പെട്ടാൽ തൃത്വത്തിലെ രണ്ടാമനായ യേശു ക്രിസ്തു എപ്പോഴാണ് അഭിഷിക്തനായത്? യോവാൻ സ്നാന കൈകീഴിൽ ജ്ഞാനസ്നാനം എടുത്തപ്പോൾ പരിശുദ്ധാവിന്റെ പുറാവാനത് പറന്നു വന്ന് അവരുടെ തലമേൽ ഇരുന്നത് അപ്പോൾ യേശു അഭിഷേകം പണ്ണപ്പെട്ട എന്ന് சொல்லுகிறார்கள். ചിലർ പറയുന്നതിനാണ് യോഹന്നാന്റെ കീഴിൽ യേശു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ യേശുവിന്റെ തലയിൽ വന്നിരുന്നപ്പോഴാണ് അഭിഷേകം പ്രാപിച്ചത്. അല്ല, അപ്പോഴല്ല. നീതിമൊഴികൾ 8-ാം അധികാരം 23-ാം വചനത്തെ വായിക്കുമ്പോൾ സദൃശവാക്യം 8:23 വായിക്കുമ്പോൾ നീതിമൊഴികൾ 8:23 സദൃശവാക്യം 8:23 വായിക്കും. ഭൂമി ഉണ്ടാകും മുന്നും ആദി മുതൽ കൊണ്ടും അനാദിയായി അവർ എന്നെ അഭിഷേകിത്ത. ഭൂമിയെ നിർമ്മിക്കുന്നതിന് മുമ്പേ പുരാതനനെ അവൻ എന്നെ നിയമിച്ചു അല്ലെങ്കിൽ അഭിഷേകം ചെയ്തു. ഭൂമി ഉണ്ടാകും മുന്നും ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ അനാദിയായി അവർ എന്നെ അഭിഷേകിത്ത. അവൻ എന്നെ അഭിഷേകം ചെയ്തു. എപ്പോഴും അഭിഷേകം അഭിഷിക്തനായത് തോറ്റத்துக்கு മുന്നമേ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവാക മാറ്റപ്പെട്ട താൻ ഇങ്ങനെ ക്രിസ്തുവായി യേശു ഭൂമിയിൽ വെളിപ്പെട്ട ആ കർത്താവ് ഭൂമിയിൽ വെളിപ്പെട്ടു. ദൈവത്തിന് മഹത്വം. അതിനാണ് യേശുവെ കുറിച്ച് നാം പഠിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് തോറ്റத்துக்கு മുന്നമേ കുറിക്കപ്പെട്ട ലോകസ്ഥാപനത്തിന് മുമ്പേ തോറ്റം മുതൽ അടിക്കപ്പെട്ട ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു നാളുകളിൽ വെളിപ്പെട്ട ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടു. മറിയാൾ വഴിയാക യേശു ഉലകത്തിക്ക് വെളിപ്പെട്ടു. മറിയാമുഖാന്തരം യേശു ലോകത്തിൽ പ്രത്യക്ഷനായി. മുന്നമേ യേശു അഭിഷേകം വന്നപ്പെട്ട അതിന് എത്രയോ മുന്നമേ യേശു അഭിഷിക്തനായി. എപ്പോഴും പുറപ്പെട്ടു വന്നാൽ താൻ എപ്പോഴാണ് പുറപ്പെട്ടു വന്നത്? ദൈവത്തിന് മഹത്വം. തോറ്റத்துக்கு മുന്നമേ പുറപ്പെട്ടാറിന്റെ മീക 5-ാം അധികാരം 2-ാം വചനത്തിൽ കടേസി പകുതിയിൽ വായിക്കുന്നു. മീഖ 5:2 വായിക്കുമ്പോൾ അവന്റെ ഉത്ഭവം അതാ പുരാതന കാലത്തിന് മുമ്പേ ഉള്ളത്. അവരുടെ പുറപ്പെടുതൽ അനാദി നാட்களாகிய പൂർവ്വത്തിനുടേത്. യേശു എപ്പോഴും പുറപ്പെട്ടു വന്നു? യേശു എപ്പോഴാണ് പുറപ്പെട്ടു വന്നത്? ആദികാലങ്ങൾക്ക് മുന്നേ. അവൻ അനാദികാലത്തിന് മുമ്പേ എന്തിന്? ദേവരുടെ ചിത്തം ചെയ്യുമ്പടിയാ ദൈവായിഷ്ടം ചെയ്യുവാൻ അനേക അത്ഭുതങ്ങൾ ചെയ്ത അനേക അത്ഭുതങ്ങൾ അത്ഭുതം ചെയ്താലും താൻ എത്ര അത്ഭുതം ചെയ്താലും താഴ്മ കാണപ്പെട്ടത്. യേശുവിൽ ഒരു താഴ്മയുണ്ടായി. തന്നെ വെളിപ്പെടുത്തവില്ല. താൻ തന്നെ വെളിപ്പെടുത്തിയില്ല. വലിയ അത്ഭുതം ചെയ്യുന്ന മനുഷ്യരെന്ന് വെളിപ്പെടുത്തവില്ല. വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തിയെന്ന് വെളിപ്പെടുത്തിയില്ല. ഉലകത്തിൽ നാം പാർക്കുമ്പോൾ ചിന്ന കാര്യങ്ങൾ ചെയ്താൽ തങ്ങളെ വെളിപ്പെടുത്തുகிறார்கள். എല്ലാ ലോകത്തിൽ ചെറിയൊരു കാര്യം ചെയ്താലും അവർ അത് പരസ്യപ്പെടുത്തുന്നു. മീഡിയ മൂലமாக തങ്ങളെ വെളിപ്പെടുത്തുகிறார்கள். മീഡിയയിലൂടെ അവർ തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നു. മാർഗങ്ങൾ മൂലமாக തങ്ങളെ വെളിപ്പെടുത്തുகிறார்கள். മറ്റു മാധ്യമങ്ങളിലൂടെ തങ്ങളെ വെളിപ്പെടുത്തുന്നു. അതൊന്നും താഴ്മയല്ല. അത് താഴ്മയല്ല. അതിനാണ് നമ്മുടെ സഭയിൽ അവിടെപ്പെട്ട കാര്യങ്ങൾക്ക് നാം ഇടം കൊടുക്കുന്നതില്ല. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടം കൊടുക്കാറില്ല. ഇത് താഴ്മയുള്ള സഭ. തന്നെ മറയ്ക്ക് ജീവിച്ചതുപോലെ യേശു തന്നെ തന്നെ മറച്ച് ജീവിച്ചതുപോലെ നാം മറഞ്ഞ് ജീവിക്കണം. നാം വെളിപ്പെടുത്തലാകാം. നാം നമ്മെ വെളിപ്പെടുത്തരുത്. എന്ത് ഊഴിയர்களுം തങ്ങളെ വെളിപ്പെടുത്തുகிறது. ശുശ്രൂഷകരാരും തങ്ങളെ തന്നെ വെളിപ്പെടുത്താറില്ല. പ്രസംഗത്തെ വെളിപ്പെടുത്തുகிறது. അവരുടെ പ്രസംഗം വെളിപ്പെടുത്താറില്ല. പാട്ട് വെളിപ്പെടുത്തുന്നില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നമ്മെ മറഞ്ഞ് ജീവിക്കാം. നാം മറഞ്ഞ് ജീവിക്കാം. സിയോനാക മാറ്റപ്പെടലാം. അങ്ങനെ സിയോനായി തീരാം. മൂന്നാമത് പരിശുദ്ധവാൻകളിൽ താഴ്മ. മൂന്നാമതായി വിശുദ്ധന്മാരിലെ താഴ്മ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഭൂമിയിലെ പരിശുദ്ധവാൻകളിൽ മേന്മயான പരിശുദ്ധവാൻ യോവാൻ സ്നാനകൻ. ഭൂമിയിലെ വിശുദ്ധന്മാരിൽ ശ്രേഷ്ഠനായ ഒരുവനാണ് യോഹന്നാൻ സ്നാനകൻ. 16-ാം അധികാരം 16-ാം വചനത്തെ വായിക്കുമ്പോൾ 16 വായിക്കുമ്പോൾ പിറന്നവൻ യോവാൻ സ്നാനകനെ പാർക്കലും പെരിയവനാക ഒരുവനും പിറക്കവില്ല എന്ന് യേശു சொன்னார். യേശു പറഞ്ഞു, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ സ്ത്രീകളിൽ പിറന്നവർ യോവാൻ സ്നാനകനെ പെരിയവർ എന്ന് യേശു சொன்னார். യേശു പറഞ്ഞു, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപക യോഹന്നാൻ. യോവാൻ സ്നാനകൻ ഒരു അത്ഭുതവും ചെയ്യവില്ല. ആ സ്നാപക യോഹന്നാൻ അത്ഭുതം ചെയ്തില്ല. യോവാൻ എഴുതിയ സുവിശേഷം 10-ാം അധികാരം 41-ാം വചനത്തെ വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:41 വായിച്ചാൽ അവർ ഒരു അത്ഭുതവും ചെയ്യവില്ല. യോഹന്നാൻ ഒരു അത്ഭുതവും ചെയ്തില്ല. ദേവനുക്ക്
மகிமை. ദൈവത്തിന് മഹത്വം. இயேசு சொன்னார், அவரே பெரிய மனுஷன். യേശു പറഞ്ഞു താനാണ് ഏറ്റവും വലിയ മനുഷ്യൻ. மோசே எத்தனையோ அற்புதங்கள் செய்தார். മോശെ അത്ഭുതങ്ങൾ ചെയ്തു. யோசுவா அற்புதங்கள் செய்தார். യേശു അത്ഭുതങ്ങൾ ചെയ്തു. ഏലിയാ അതല്ലേ தீர்க்கதரிசி, വണ്ടി തിരിച്ചിട്ട് எலிசா தீர்க்கதரிசி അനേക അത്ഭുതങ്ങൾ ചെയ്തു. പ്രവാചകന്മാരായ എലിയാവും എലീശായും ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. മനസ്സിലാവുള്ളൂ ഇവിടെ പല അത്ഭുതങ്ങൾ ചെയ്താർ. പഴയ നിയമ ഭക്തന്മാർ പലരും പല അത്ഭുതങ്ങൾ ചെയ്തു. ആന യോവാൻ സ്നാനകൻ ഒരു അത്ഭുതവും ചെയ്യവില്ല. യോഹന്നാൻ സ്നാപകൻ അത്ഭുതമൊന്നും ചെയ്തില്ല. യേശു അവരെ பார்த்து சொல்லுகிறார், യേശു അവരെ നോക്കി പറയുന്ന, സ്ത്രീകളിൽ പിറന്നവൻ യോവാനെ പാർക്കലും വലിയവനാക ഒരുവനും പിറക്കവില്ല. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും ജനിച്ചിട്ടില്ല. മാറ്റുന്നത് യാര്? അവനെ വലിയവനാക്കിയതാൽ അവന്റെ അത്ഭുതമല്ല, അവന്റെ അത്ഭുതമല്ല, ക്രിയകളല്ല, അവന്റെ പ്രവൃത്തികളല്ല, അവന്റെ താഴ്മയെ അവനെ വലിയവനാക മാറ്റിന. അവന്റെ താഴ്മ അവനെ വലിയവനാക്കി. യോവാൻ 3-ാം അധികാരം 30-ാം വചനത്തെ വാസിക്കുമ്പോൾ യോഹന്നാൻ 3-ാം വാക്യം, ഞാനോ ചെറുക വേണ്ടും നീരോ വളര വേണ്ടും. ഞാൻ കുറയണം അവൻ വളരണം. അതുதான் யோவானின் தாழ்மை. അതാണ് യോഹന്നാന്റെ താഴ്മ. ഞാനോ ചെറുക വേണ്ടും, ഞാൻ കുറയട്ടെ, നീയോ വളര വേണ്ടും. ക്രിസ്തു വളരട്ടെ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நமக்குள்ள இருக்கிற கிறிஸ்து வளரட்டும். നമ്മളിലുള്ള ആ ക്രിസ്തു വളരട്ടെ. நமக்குள்ள இருக்கிற மாம்சம் செருகட்டும். നമ്മളിലുള്ള ആ ജഡം കുറയട്ടെ. வளரட்டும். യേശു വളരട്ടെ. சுத்தம் வளரட்டும். വിശുദ്ധി വളരട്ടെ. தாழ்மை வளரட்டும். താഴ്മ വളരട്ടെ. ஜெயஜீவியம் வளரட்டும். ജയജീവിതം വളരട്ടെ. ஜீவியம் வளரட்டும். ശ്വാസ ജീവിതം വളരട്ടെ. இயேசுவை போல மாற்றப்படுவோமாக. യേശുവിനെ പോലെ മാറാം. அதுதான் பரிசுத்தவான்களின் தாழ்மை. അതാണ് വിശുദ്ധന്മാരുടെ താഴ്മ. தாழ்மையில் நாம் காணப்படுவோம். ആ താഴ്മയിൽ ജീവിക്കാം. அந்த தாழ்மையில் காணப்பட்ட ஒரு பெரிய பரிசுத்தவான் தான் பாஸ்டர் ஜோசப் குட்டி. ആ താഴ്മയിൽ ജീവിച്ചൊരു മഹാവിശുദ്ധനാണ് പാസ്റ്റർ ജോസഫ് കുട്ടി. தாழ்மையில் ஞானம் நீங்களும் காணப்படும்படிக்கு നമ്മെ ഒപ്പ് കൊടുப்போம். ഞാൻ നിങ്ങൾ ആ താഴ്മയിൽ ജീവിക്കുവാൻ സമർപ്പിക്കാം. ദൈവവചനത്തിൻപടി ജീവിച്ച് അങ്ങനെയുള്ളവർ തിരുവചന പ്രകാരം ജീവിച്ച് നിങ്ങളെ മുற்றிലും പരിശുദ്ധമാക്കുവാറാക. സമാധാനത്തിന്റെ ദൈവത്തിന് നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുവാനാകട്ടെ. ആത്മശരീരം മുഴുവനും യേശുക്രിസ്തു മഹിമയിൽ വെളിപ്പെടുമ്പോൾ കുറ്റമற்றதாக இருக்கும்படி കാക്കപ്പെടുവാൻ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയിൽ അനിത്യമായി വെളിപ്പെടുമെന്നുണ്ടാക്കപ്പെടട്ടെ. ഉണ്മയുള്ളവർ അവർ അപ്പടി ചെയ്വാർ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നവനെന്ന് നിവർത്തിക്കും. അയാൾ നമ്മെ താഴ്ത്തി കൊടുക്കും. നമ്മെ താഴ്ത്തി ഏൽപ്പിക്കാം. இந்த பிதாவின் தாழ்மை, ഈ പിതാവിന്റെ താഴ്മ, இந்த കുമാരനിൻ ഈ താഴ്மை, പുത്രന്റെ താഴ്മ, இந்த പരിശുദ്ധവാന്കളുടെ ഈ താഴ്மை വിശുദ്ധന്മാരുടെ താഴ്മ നമ്മുടെ ജീവിതത്തിലും ഉங்கள் ജീവിതത്തിലും കാണപ്പെടുമ്പടിயாக നമ്മുടെ നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുവാൻ നമ്മെ നാം താഴ്ത്തി ഒപ്പ് നമ്മെ കൊടുക്കും. തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. அப்படிப்பட்டவர்கள் വചനത്തിൻപടി ജീവിതം അങ്ങനെയുള്ളവർ വചനപ്രകാരം ജീവിച്ച് അന്തത്തിനാലും ആവിയിനാലും രക്തത്തിനാലും ആവി ആത്മ ശരീരം പരിശുദ്ധമാക്കപ്പെടും. രക്തത്താലും വചനത്താലും ആത്മാവിനാലും ദേഹാത്മദേഹി വിശുദ്ധീകരിക്കപ്പെടും. அப்படி அவர்கள் വളർന്ന് വളർന്ന് കുറ്റമറ്റവരാக കാണപ്പെടും. അങ്ങനെ അവർ വളർന്ന് അനിത്യരായി വെളിപ്പെടും. அப்படி நாமும் நம்முடைய ஓட்டத்தை ஜெயத்துடன் முடிப்போம். നമുക്ക് നമ്മുടെ ഓട്ടം ജയകരമായി പൂർത്തീകരിക്കാം. നമ്മൾ ആരംഭിച്ച നല്ല വേലയെ പൂർണ്ണപ്പെടുത്തുമ്പടിക്ക് ഒപ്പ് കൊടുப்போம். നമ്മൾ ആരംഭിച്ച നല്ല പ്രവൃത്തി ചെയ്യാൻ സമർപ്പിക്കാം. ആകയാൽ அந்த வேலையை தேவன் செய்வார். ദൈവം ആ പ്രവൃത്തി ചെയ്യും. ஒருவரும் கலங்காதீர்கள், ആരും കലകരുത, ഭാരപ്പെടാതിരുക. ആരും ഭാരപ്പെടരുത്. ഇങ്ങോട്ട് നടത്തിയ ദേവൻ മേലും നടത്തുമ്പടിയായ ഇപ്പോഴത്തെ വല്ലമീൻ അഭിഷേകത്തിനാൽ ഉന്നെ നിറപ്പ പോകുന്നു. ഇതുവരെ നടത്തിയ ദേവനി നടത്തുവാൻ ഒരു ശക്തിയുടെ അഭിഷേകത്താൽ ഇപ്പോൾ തുടങ്ങും. നിങ്ങൾക്കൊരു വല്ലമീൻ അഭിഷേകം തേவை. എനിക്ക് നിങ്ങൾക്ക് ഒരു ശക്തിയുടെ അഭിഷേകം വേണം. പേച്ചല്ല മുഖ്യം, വെറും സംസാരമല്ല വലുത്, അഭിഷേകം മുഖ്യം. അഭിഷേകമാണ് വലുത്. ഒരു നിമിഷം നമ്മെ താഴ്ത്തിയ അഭിഷേകത്തെ പെറ്റുകൊണ്ട് ഒരു നിമിഷം താഴ്ത്തി അഭിഷേകം പ്രാപിക്കാം. നമ്മുടെ കൂട്ടത്തെ മുടിപ്പാണ്. യോഗം അങ്ങനെ അവസാനിപ്പിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. വിളിച്ചാൽ മതി നാളെ രാവിലെ. പരിശുദ്ധൻ ജോസഫ് കുട്ടി ജീവിച്ചതുപോലെ നമ്മുടെ പാസ്റ്റർ ജോസഫ് കുട്ടി ജീവിച്ചതുപോലെ, കുഴപ്പമില്ല, ഞാൻ കൊണ്ട് കോട്ടയത്തോട്ട് ശിഷ്യന്മാർ ജീവിച്ചതുപോലെ നാമുടെ ജീവിപ്പം നമുക്ക് ജീവിക്കാം. നമ്മിൽ ആരംഭിച്ചവർ നിശ്ചയമാകുന്ന വേലയെ പൂർണ്ണപ്പെടുത്തും. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് തീർച്ചയായും നിറവേറ്റും. അതുதான் 2 തിമോത്തി 1-ാം അധികാരം 14-ാം വചനത്തെ വാസിക്കുന്നു. 2 തിമോത്തിയോസ് 1:14 വായിക്കുമ്പോൾ മുന്നിൽ ഒപ്പടയ്ക്കപ്പെട്ടത് ഉനക്കുൾ വാസമായിരിക്കും പരിശുദ്ധാവിയിനാൽ കാത്തുകൊൾ എന്ന് നാം ആ വാസിക്കുന്നു. നല്ല ഉപരി ഇതിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. വിവിധമായ 144,000 പേരോടുകൂടെ നാം കാണപ്പെടുമ്പടിയാക ദേവൻ നമുക്ക് ഉദവി ചെയ്യുവാർ. അങ്ങനെ ആ 144,000 പേരോടുകൂടെ കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവിക സ്വഭാവങ്ങളുണ്ട്. ആ ദൈവിക സ്വഭാവങ്ങൾ അവർക്കുണ്ട്. അന്തടത്തിൽ 10 സ്വഭാവങ്ങളെ നാം ആ പാർക്കുന്നു.
അവിടെ നമുക്ക് 10 സ്വഭാവങ്ങൾ കാണാം. തങ്ങളെ കറപ്പെടുത്താത്ത, സ്ത്രീകളാൽ മാലിന്യപ്പെടാത്തവർ, ഭൂമിയിലിരുന്ന് വീഴ്ക്കപ്പെട്ടവர்கள், ഭൂമിയിൽ നിന്ന് വിളിക്കലാകും, കുഞ്ഞാനവരെ പിൻപറ്റുகிறവர்கள், കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ, വായിൽ കപടില്ല, വായിൽ ഭോഷ്ടില്ല, தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. அவர்களே ஆட்டுக்குட்டியானவருக்கு முன்பாக நிற்கிறதான களங்கமற்ற കുഞ്ഞാടിന് മുൻപാകെ അവർ നിഷ്കളങ്കർ. அப்படிப்பட்ட பரிசுத்த ஜீவியம் செய்யும்படி நம்மை ஒப்படைப்போம். സമാനമായ വിശുദ്ധ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കുന്നു. வல்லமையின் அபிஷேகத்தினால் என்னையும் உங்களையும் தேவன் நிரப்ப போகிறார். ശക്തിയുള്ള അഭിഷേകത്താൽ ദൈവം എന്നെ നിങ്ങളെ ഇപ്പോൾ നിറയ്ക്കും. எனக்கும் உங்களுக்கும் அந்த அபிஷேகம் தேவை. നമുക്ക് ആ അഭിഷേകം വേണം. எத்தனை பேர் அந்த அபிஷேகத்தை അഭിഷേകം ആഗ്രഹിക്കുന്നു? எனக்கு அந்த அபிஷேகம் வேண்டும் என்று எத்தனை பேர் എനിക്ക് வாஞ்சிக்கிறீர்கள்? ആ അഭിഷേകം വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? அபிஷேகத்தை பெற்றுக்கொள். ആ അഭിഷേകം പ്രാപിക്കാം. துக்கங்கள், ദുഃഖങ്ങൾ, கவலைகள், ഭാരങ്ങൾ,